കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണങ്ങൾ തടയുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ചെറുപ്പത്തിൽ തന്നെ തന്റെ ശരീരം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും സമ്മതമില്ലാതെ ആരെയും സ്പർശിക്കാൻ അനുവദിക്കരുതെന്നുമുള്ള ബോധവൽക്കരണവും ലൈംഗിക വിദ്യാഭ്യാസവും കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ സമൂഹത്തിലെ ഏറ്റവും നീചമായ കുറ്റമാണ്. കുഞ്ഞുങ്ങളിൽ ആഴത്തിലുള്ള ദൂരവ്യാപകമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് ലൈംഗിക ഉപദ്രവങ്ങൾ. ഏറ്റവും പ്രധാനം അവർക്കുണ്ടാകുന്ന വൈകാരികവും മാനസികവുമായ ആഘാതമാണ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഡിപ്രഷൻ ഇവയ്ക്ക് കാരണമാകുമെന്ന് മാത്രമല്ല, ബന്ധങ്ങളിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും. ഇതിന്റെ പരിണിത ഫലങ്ങൾ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെയും ഡെവലപ്മെന്റിനെയും അഫക്റ്റ് ചെയ്യും. കുട്ടികളിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. പേടി, നാണക്കേട്, ചൂഷണം ചെയ്തവർ തന്നെ കെട്ടിച്ചമയ്ക്കുന്ന ഇല്ലാ കഥകൾ ഇവയൊക്കെ തന്നെയാണ് ഈ നിശബ്ദതയ്ക്ക് കാരണം. ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടി സാമ്പത്തികമായി ഉണ്ടാകുന്ന ചെലവുകളും സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലധികമാണ്. ഇതിലുപരി കേസ് കൂടിയാവുമ്പോൾ ഉണ്ടാകുന്ന മാനനഷ്ടവും ധനനഷ്ടവും ഓർത്താണ് പല കുട്ടികളുടെയും മാതാപിതാക്കൾ പുറത്തറിയിക്കാതെയും റിപ്പോർട്ട് ചെയ്യാതെയും ഇരിക്കുന്നത്. പല പോക്സോ കേസുകളിലും ഉണ്ടായിട്ടുള്ള വിധിയും പ്രതീക്ഷ കെടുത്തുന്നവയാണ്. വളരെ ചെറിയ കുട്ടികളാണ് സെക്ഷൽ അബ്യൂസിന് വിധേയമായിട്ടുള്ളതെങ്കിൽ തിരിച്ചറിയപ്പെടുന്നത് തന്നെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ചസിൽ നിന്നാകാം. അത്തരം ചെറുപ്രായത്തിൽ അത് അബ്യൂസ് ആയിരുന്നു എന്നുപോലും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മാതാപിതാക്കൾ വിജിലന്റ് ആയിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം സാഹചര്യത്തിൽ കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് ഒരു ജുഡീഷ്യൽ ചലഞ്ച് കൂടിയാണ്. ആവശ്യത്തിനുള്ള തെളിവുകളും കുഞ്ഞിന്റെ മൊഴിയുമൊക്കെ വളരെ പ്രധാനമാണ്. അതോടൊപ്പം കുട്ടിയുടെ ഇമോഷണൽ വെൽബീയിങ് കേസ് തീരുന്നത് വരെ സംരക്ഷിക്കുക എന്നതും ഒരു വെല്ലുവിളി തന്നെയാണ്. നമ്മുടെ കൾച്ചറൽ ആൻഡ് സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും സെക്ഷൽ അബ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാതാപിതാക്കളെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നതാണ് മറ്റൊരു കാരണം. സമൂഹവും ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കണം. ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ട പരിരക്ഷയും ആശ്വാസവും പകർന്നു കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണങ്ങൾ തടയുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ചെറുപ്പത്തിൽ തന്നെ തന്റെ ശരീരം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും സമ്മതമില്ലാതെ ആരെയും സ്പർശിക്കാൻ അനുവദിക്കരുതെന്നുമുള്ള ബോധവൽക്കരണവും ലൈംഗിക വിദ്യാഭ്യാസവും കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അതോടൊപ്പം സയൻസ് ഓഫ് അബ്യൂസ് കുഞ്ഞുങ്ങളിൽ കണ്ടാൽ അത് മനസ്സിലാക്കാനുള്ള ട്രെയിനിങ് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ലഭിച്ചിരിക്കണം. ചൂഷണം നേരിടുന്നവർക്ക് നിയമപരിരക്ഷയും കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ച് കുറ്റവാളിക്ക് കഠിനമായ ശിക്ഷയും ലഭിക്കത്തക്ക വിധത്തിൽ ലീഗൽ ഫ്രെയിംവർക്സ് ഉറപ്പുള്ളതാക്കണം. അതിനായി നിയമങ്ങൾ നിരന്തരം പുതുക്കപ്പെടുകയും വേണം. ചൈൽഡ് അബ്യൂസ് കേസസ് ഹാൻഡിൽ ചെയ്യുന്ന ലോയേഴ്സിന് സ്പെഷ്യൽ ട്രെയിനിങ്സും നൽകണം. ടെക്നോളജി ക്യാൻ ബി എ പവർഫുൾ ടൂൾ ഇൻ ബോത്ത് പ്രിവെന്റിംഗ് ആൻഡ് ഡിറ്റക്ടിംഗ് അബ്യൂസ്. ഓൺലൈനിൽ ശല്യം ചെയ്യുന്നവരെ മോണിറ്റർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസും കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് നൽകുന്ന എഡ്യൂക്കേഷണൽ ആപ്സും ഉപയോഗിക്കാവുന്നതാണ്.